പ്രമേഹമുള്ളവരിലും പ്രമേഹമില്ലാത്തവരിലും കാണുന്ന വലിയ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണമാണ് അസിഡിറ്റി. എന്തുകൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് അസിഡിറ്റി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? എങ്ങനെയാണ് അസിഡിറ്റി കുറയ്ക്കാൻ സാധിക്കുക? ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ പ്രകൃതിയിലുള്ളത് പോലെ നമ്മളുടെ ശരീരവും ആസിഡും ആൽക്കലിയും ചേർന്നതാണ്. അതിന്റെ ബ്ലഡിലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7.3 7.4 ആസിഡ് ആൽക്കലി റേഷ്യോ ഇങ്ങനെ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആരോഗ്യത്തിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷേ 90% പേരിലും അസിഡിറ്റി കൂടുതലും ആൽക്കലി കുറയുകയും ചെയ്യും. ഇതാണ് ഒരു പരിധിവരെ ആരോഗ്യത്തിന്റെ പ്രശ്നം. അസിഡിറ്റി ആയാലും ആൽക്കലി ആയാലും വളരെ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഈ റേഷ്യോ കറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ അസിഡിറ്റി കൂടുന്നതെന്ന് നോക്കാം. അസിഡിറ്റി കൂടുന്നതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് ഏറിയ കൂടുന്ന അസിഡിറ്റി ഉള്ള ഫുഡാണ്. ആൽക്കലിയുള്ള ഫുഡിന്റെ അളവ് കുറയുകയാണ്. ഇതാണ് പ്രധാന കാരണം. അപ്പൊ നമുക്ക് ആദ്യം പിടിക്കേണ്ടത് ആഹാരത്തെയാണ്. അപ്പൊ ഏതൊക്കെ ആഹാരമാണ് അസിഡിറ്റി വർദ്ധിപ്പിക്കണമെന്ന് നോക്കാം. എരിവ്, പുളി, ഉപ്പ് തുടങ്ങിയിട്ടുള്ള അതുപോലെ മസാലകൾ ചേർന്ന ആഹാരം, വറുത്ത ആഹാരം, പൊരിച്ച ആഹാരം, തലേ ദിവസം വെച്ച ആഹാരം, തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടുള്ള ആഹാരം, ഉപ്പിലിട്ടത്, അതുപോലത്തെ ആഹാരങ്ങളെല്ലാം അസിഡിറ്റിയാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് വരുന്നത് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കളർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്മെല്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കേടാകാതിരിക്കാൻ പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണങ്ങൾ, ഇത്തരം ഭക്ഷണങ്ങളെല്ലാം അസിഡിറ്റി ഉള്ളതാണ്. നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ, ഇപ്പൊ മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയ സാധനങ്ങൾ, അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും, ഇതെല്ലാം അസിഡിറ്റി ഉള്ള ഫുഡുകളാണ്. നിങ്ങൾ ബേക്കറി ചെന്നാൽ ഏത് ബേക്കറിയിൽ കിട്ടുന്ന ആഹാരവും ഒരു പരിധി വരെ ഹോട്ടലിൽ കിട്ടുന്ന 99% ആഹാരവും അസിഡിറ്റി ഉള്ള ആഹാരമാണ്. അപ്പൊ ഇത്തരം ആഹാരങ്ങളൊക്കെയാണ് നമ്മുടെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്ന മുഖ്യ ഘടകം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആഹാരം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വിരുദ്ധാഹാരം എന്ന് പറയും. പഴവും പുട്ടും രണ്ട് നല്ല ഭക്ഷണമാണ്. പക്ഷെ മലയാളിയുടെ സ്വഭാവം പഴവും പുട്ടും പഴവും ഒന്നിച്ച് കഴിക്കാനുള്ളതാണ്. പുട്ടും പഴവും കുഴച്ച് കഴിക്കുമ്പോൾ അത് അസിഡിറ്റി ആയിട്ട് തീരും. കാരണം ആൽക്കലി ആയിട്ടുള്ള പഴവും അസിഡിറ്റി ആയിട്ടുള്ള പുട്ടുമാണെങ്കിലും ഇത് ദഹിക്കാൻ നേരത്ത് രണ്ടും ഒരേപോലെ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ പഴം ആദ്യം ദഹിക്കുകയും പുട്ട് രണ്ടാമത് ദഹിക്കേണ്ട അവസ്ഥയിലും വരും. കാരണം പഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഡൈജഷൻ ഏതാണ്ട് നമ്മുടെ ആമാശയിൽ വെച്ച് നടക്കും. പുട്ടിന്റെ ആണെങ്കിൽ അത് കുടലിലും കൂടിയാണ് നടക്കണത്. അപ്പൊ അത് ഗ്യാസ് ഫോം ചെയ്യാനും അസിഡിറ്റി ഫോം ചെയ്യാനും കാരണം പറ്റിയിട്ടും. ഇനി നമുക്ക് എന്താണ് ആൽക്കലി ഫുഡ് എന്ന് നോക്കാം. എല്ലാ പഴങ്ങളും ആൽക്കലിയാണ്. ഇപ്പൊ ചിലപ്പോൾ പുളിയുള്ള പഴമാണ്, കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അസിഡിറ്റി ആണെന്ന് തോന്നും. തക്കാളി അസിഡിറ്റി, നമുക്ക് കഴിക്കുമ്പോൾ അസിഡിറ്റിയാണ്, ആസിഡാണെന്ന് തോന്നും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഈ തക്കാളിയും ആൽക്കലി ആയിട്ട് തീരും. ഏത് പഴം കഴിച്ചാലും പാകത്തിന് പഴുത്ത പഴങ്ങൾ, അമിതമായിട്ട് പഴുത്ത അസിഡിറ്റിയിലേക്ക് പോകും. അതുപോലെ അളവ് കൂടി കഴിച്ചാലും അസിഡിറ്റിയിലേക്ക് പോകും. അത് മിതമായ തോതിൽ ഏത് പഴം കഴിച്ചാലും അത് എല്ലാം ആൽക്കലി ആയിട്ട് ശരീരത്തിൽ ഹോം ചെയ്യും. രണ്ടാമത് പച്ചക്കറിയാണ്. എല്ലാ പച്ചക്കറികളും ആൽക്കലികളാണ്. പക്ഷെ ഈ പച്ചക്കറി പാകപ്പെടുത്തുന്ന വരുന്ന വിഷയമുണ്ട്. നമ്മളിപ്പോ സാമ്പാർ വെച്ചു, അതിനകത്ത് സാമ്പാർ പൊടിയും അതുപോലെ വാളംപുളിയും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അസിഡിറ്റി ആയിട്ട് പോകും. അതിന് പകരം നമ്മൾ സാമ്പാർ വെച്ചു, പുളിക്ക് വേണ്ടി നമ്മൾ തക്കാളി ഇട്ടു, മാങ്ങ ഇട്ടു, എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്തു, അത് അസിഡിറ്റി ആവില്ല. ഇങ്ങനെ നമുക്ക് ഏത് ആഹാരവും അസിഡിറ്റി ആകാതെയും ആൽക്കലി ആകാതെയും മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തേങ്ങ ആൽക്കലി ഫുഡാണ്. പക്ഷെ തേങ്ങ പുളി ചേർത്ത് ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തേങ്ങ കാന്താരമുളി ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ അത് അസിഡിറ്റി ആയി തീരും. കാന്താരമുളി ശുദ്ധമായ അസിഡിറ്റിയാണ്. അസിഡിറ്റിയുടെ പ്രശ്നമുള്ള ആരും കാന്താരമുളി തൊടാൻ പോലും പാടില്ല. കൊല്ലമുളകും അതുപോലെ ഉണങ്ങിയ മുളക് അതും ഉപയോഗിക്കണം. കൊല്ലുന്ന മുളകാണ് കൊല്ലമുളക്. അതിന് വേറെ പച്ചമുളകും ഇഞ്ചിയാണ് നമ്മൾ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ അസിഡിറ്റി പ്രശ്നം കുറച്ചു കൂട്ടാൻ സാധിക്കും. ചായയും കാപ്പിയും അതുപോലെ കടകളിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പാനീയങ്ങളും തണുപ്പിച്ച സാധനങ്ങളും ഹൈ അസിഡിറ്റിയാണ്. അതെല്ലാം നമ്മളെ അസിഡിറ്റിയെ വർദ്ധിപ്പിക്കും. ഇനി എങ്ങനെയാണ് അസിഡിറ്റി കുറച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന്, ആഹാരത്തിന് മാറ്റം വരുത്തുക. നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉള്ള ഒരു ഡയറ്റിലേക്ക് വരിക. അരിയാണെങ്കിൽ തവിടുള്ള അരി പരമാവധി ഉപയോഗിക്കുക. അതുപോലെ കെമിക്കൽസും ആന്റിബയോട്ടിക്സും കേടാവാതിരിക്കാൻ പ്രിസർവേറ്റീവ്സുകളും ചേർക്കാത്ത ആഹാരങ്ങളിലേക്ക് വരിക. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. രണ്ടാമത്, പാകപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ താമസിക്കാതെ കഴിക്കുക. രാവിലെ വെക്കുന്ന ആഹാരം രാവിലെ കഴിക്കുക, വൈകിട്ട് വെക്കുന്ന ആഹാരം വൈകിട്ട് കഴിക്കുക. രാവിലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് വൈകിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള
അസിഡിറ്റി ആയിട്ട് തീരും. നിങ്ങളുടെ അസിഡിറ്റി പ്രശ്നം എല്ലാം അത് വർദ്ധിപ്പിക്കും. അത് ചെയ്യാതിരിക്കുക. മൂന്നാമത് ചെയ്യാവുന്നത്, നമ്മൾ ഇപ്പൊ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിനോടൊപ്പം കുറച്ച് വെജിറ്റബിൾ സലാഡ് കഴിക്കുക. അതിന് വെജിറ്റബിൾ സലാഡ് ശുദ്ധമായിട്ടുള്ള ആൽക്കലിയാണ്. ഒപ്പം നമ്മൾ കഴിക്കുന്ന മറ്റു കറികളുടെ കൂട്ടത്തിൽ കുറച്ച് അസിഡിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും അതിനെ കുറയ്ക്കാനും ഈ വെജിറ്റബിൾ സലാഡിന് സാധിക്കും. അതുപോലെ പച്ചക്കരച്ച ചമ്മന്തി, അത് വളരെ നല്ലതാണ്. പിന്നെ രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് കുക്കുമ്പറിന്റെ നീര് കഴിക്കാം നമുക്ക്. അല്ലെങ്കിൽ അര ഗ്ലാസ് കുമ്പളങ്ങ നീര് എടുത്ത് അതിനകത്ത് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒരു ഗ്ലാസ് ആക്കി മാറ്റി അത് കുടിക്കാം. വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറികളുടെ എനി വെജിറ്റബിൾസ് അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾസ് ഏത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ആൽക്കലിയാണ്. അപ്പൊ രാവിലെയും വൈകിട്ടും നമ്മൾ ഇതുപോലെ ഓരോ ഗ്ലാസ് വെജിറ്റബിൾ ജ്യൂസ് കഴിച്ചാൽ അത് നമുക്ക് അസിഡിറ്റി കുറയ്ക്കാനും ആൽക്കലി കൂട്ടാനും കാരണമായി തീരും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ശരിയായിട്ടുള്ള വ്യായാമം. ശരിയായിട്ടുള്ള വ്യായാമം ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും, വായുവിന്റെ പ്രവാഹം കറക്റ്റ് ആവും, ഡൈജഷൻ കൃത്യമായിട്ട് നടക്കും. അതിന്റെ ഫലമായിട്ട് വയറിൽ കിടന്നതിന് ജീർണിച്ച് അസിഡിറ്റി ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. സ്നേഹം, അതുപോലെ പ്രഷർ, അതുപോലെ ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, ഇതുപോലെ അനവധി രോഗങ്ങൾ, എന്തൊരു ക്യാൻസർ വരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. ഇതിനെല്ലാം ഒരു പരിധി എല്ലാം പോഷിപ്പിക്കുന്ന ഒരു വില്ലനാണ് ഈ അസിഡിറ്റി. അതിനെ കുറച്ചുകൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠിക്കാനും അവസരമുണ്ട്.